ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. നിങ്ങൾ അറിയരുതെന്ന് അവരാഗ്രഹിക്കുന്ന കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രെയർ ചെയ്യുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രെയർ ചെയ്യുക. ഓക്കെ, നോക്കാം നമുക്ക്. താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഏഞ്ചൽസ്. എന്റെ വ്യൂവേഴ്സ് അറിയരുതെന്ന് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. Thank you universe, thank you divine, thank you angels, thank you spirit, thank you ancestors. Please guide me, angels, universe. Thank you universe, thank you universe, thank you divine, thank you angels, thank you universe, thank you. Om Namah Shivaya. Okay. Empress. Divine, please guide me. Okay. 2 of Cups, Empress, High Priestess. Please guide me. Thank you universe, thank you divine, thank you angels, thank you spirit. Below fortune. The Tower. Thank you universe, thank you divine. Okay. Okay. 6 of Swords. Okay. Thank you. Thank you angels. Hierophant. The World. Hierophant, the world energies ആണ് ഇവിടെ വന്നിട്ടുള്ളത്. Then bottom of the deck, 5 of Swords. ഓക്കെ, റീസെന്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ പേരിൽ നിങ്ങൾ ലൈക്ക് എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സെപ്പറേഷനിലാണ്, ഒരു സെപ്പറേഷൻ എനർജിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഒരു കുഴപ്പവും ഇല്ലാതെ പോയ കണക്ഷൻ ആണ്. പെട്ടെന്ന് എന്തോ ഇഷ്യൂസ് ക്രിയേറ്റ് ആയി, ഒരു ടവർ മൂവ്മെന്റ് വന്നു. അവിടെ ഈ ഒരു വ്യക്തിക്ക് ഇയാളുടെ ഈഗോ എനർജിയിൽ വന്നു. അങ്ങനെ ഈഗോ ഹേർട്ടായി. ആ ടൈമിൽ ഒരു വ്യക്തി ഒരു കണക്ഷൻ എൻഡ് ആക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ സെപ്പറേഷനിലാണ്. 5 months ആയിട്ടുണ്ടാവാം, 5 days ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 5 weeks ആയിട്ടുണ്ടാവാം. അത്രയ്ക്കും സെപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ബട്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു ടൈമിൽ ക്ലിയർ ആയിട്ട് പറയാട്ടോ. നമ്മൾ പറയത്തില്ലേ സമയം വളരെ മോശമാണെന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കണക്ഷനിൽ എന്തോ ഒരു നെഗറ്റിവിറ്റീസ്, അതായത് എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു സമയം വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ടവർ മൂവ്മെന്റ് സംഭവിച്ചു, കണക്ഷൻ എൻഡായി. അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ ഈ ഒരു കണക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ടോ. ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കാരണം ഇവിടെ വഴക്കുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫോർ സം ഓഫ് യു. ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണും ലൈക്ക് റീസെന്റ് ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്ലേസ് ചേഞ്ച് ചെയ്യുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോവോ, അങ്ങനത്തെ ഒരു എനർജീസ് ഒക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അപ്പം അങ്ങനെയാവുമ്പോൾ നിങ്ങൾ തമ്മിൽ അതിനെ ചൊല്ലിയിട്ടാവാം മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കാര്യങ്ങളും ആയിട്ട് ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഒരു എനർജീസ് എനിക്ക് തോന്നുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മിക്കവർക്കും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാവണം മേ ബി ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടും
വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂവിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ ആവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് എന്താ സ്പിരിച്വൽ ആയിട്ട് ഉള്ള ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹയറോഫന്റിന്റെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നെയിമും ഫെയിമും ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പേഴ്സണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. മേ ബി റിലീജിയസ് ഫാക്ടർ ആവാം, അത് നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയനിലുള്ളവരായിരിക്കാം. ഓക്കെ, അപ്പം അതൊരു ഇഷ്യൂസ് ആണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ. ആ ഒരു ഇഷ്യൂസ് ഇവിടെ നിലനിൽക്കെ തന്നെ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിൽ ആരെയോ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം. രണ്ടുപേരിൽ ആരോ ഇവിടെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് യൂണിവേഴ്സിന്റെ ഒരു ഡിവൈൻ പ്ലാനിങ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കണക്ഷനിലൂടെ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഒരു ലോങ് സെപ്പറേഷന്റെ ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ടാവും. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ നമ്മുടെ ടോപ്പിക്കിനുള്ളൊരു ആൻസർ ആണിത്. ലൈക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി റിട്ടേൺ വരുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഇതുവരെ എങ്ങനെയായിരുന്നു അതിലും കൂടുതൽ ഒരു പ്രോഗ്രസ്, അതായത് ഒരു ഡിവൈൻ ടൈമിങ് ഈ ഒരു കണക്ഷനിൽ എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫേവറിലാണ് ഈ ഒരു വീൽ ടേൺ ചെയ്തത്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മളുടെ റീഡിംഗിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്കാണ്. നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളുടെ കരിയറിലും ലവ് ലൈഫിലും നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് ഫീൽഡ് ആണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓവറോൾ എനർജി എല്ലാത്തിലും ലക്കാണെന്നാണ് പറയുന്നുള്ളത്. അപ്പം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാണിക്കുന്നുള്ളത് എനിക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, നീ മാത്രമാണ് ഈ ഒരു കണക്ഷനിൽ ഫോട്ടോ എടുക്കുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി കാണിക്കുന്നത്. ബട്ട് അങ്ങനല്ല, ഇവർക്ക് നിങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ആണ്, ഇവർ നിങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മാത്രമല്ല ഇവിടെ ഈ ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ഒരു കണക്ഷന് വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തു, ഒത്തിരി തല പോഞ്ഞു, ഇവരൊന്നും ചെയ്തിട്ടുണ്ടായില്ല ആ ടൈമിൽ. നിങ്ങൾ മാത്രമായിരിക്കും ഒരു കണക്ഷൻ വേണം 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 എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരുന്നപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അത് ട്രിഗർ ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിലുള്ളത്. ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ്, കാരണം ഇവര് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളിലേക്ക് വരണം തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളും സ്പിരിച്വലി കുറെ അവേക്കൻഡ് ആയിട്ടുണ്ട്, നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് എൻലൈറ്റ്മെന്റിന്റെ എനർജിയിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലായിരിക്കും കൂടുതലായിട്ട്, നിങ്ങളുടെ കരിയറിലൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും യെസ് ഈ ഒരു വ്യക്തി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി ചുമ്മാ പോയതൊന്നും അല്ല, ഈ ഒരു കണക്ഷനിൽ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാത്തത് കൊണ്ട് മനഃപൂർവ്വം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്താന്നുള്ള നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഒരു കണക്ഷനെ കുറിച്ചിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ സോള് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വളരെയധികം സ്ട്രോങ് ആണ് ഈ ഒരു ടൈമിൽ. ഐ തിങ്ക് നിങ്ങൾ ഇവിടെ ഒത്തിരിയധികം സ്പിരിച്വൽ വർക്കുകൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സെൽഫ് ടാരോട്ട് കാർഡ് റീഡർ ആയിരിക്കാം, ടാരോട്ട് കാർഡ് റീഡിങ്സിൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ എന്തെങ്കിലും ടെക്നിക്സുകൾ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ആണെങ്കിൽ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചില സമയത്ത് നല്ലതായിട്ടിരിക്കും, ചില സമയത്ത് വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടർ, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇയാളെ കഴിഞ്ഞ് മോശമായിട്ടുള്ള ഒരാൾ ഈ ലോകത്തെ ഇല്ല എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ചില സമയത്ത് വിചാരിക്കുന്നത് എന്റെ പേഴ്സൺ എന്ത് സ്നേഹമാണ്, ഇയാൾ എന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അതിന്റെ പകുതി പോലും ഞാൻ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ചില സമയത്ത് ഭയങ്കര ഡിറ്റാച്ച്മെന്റും ആയിരിക്കും. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഡോണ്ട് വറി, ഈ ഒരു എനർജിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന എന്താണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് അടുത്തു, ഈ ഒരു വ്യക്തിയായിട്ട് ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു വ്യക്തിയായിട്ട് ഇതുവരെയുള്ള എല്ലാ കാർമിക് സൈക്കിൾസും ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇവിടെ ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ട്രാൻസിഷൻ, ചേഞ്ച് ഇവരുടെ ഫീലിങ്സിലും വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, മാരിറ്റൽ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഫോറിനിൽ സെറ്റിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കൂടെയാണ് ഈ ഒരു വ്യക്തിക്ക് പീസ് ഉള്ളത്, നിങ്ങളുടെ കൂടെയാണ് ഒരു ഹാപ്പിനെസ് ഉള്ളത്. സോ ഈ നാട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ഇഷ്യൂസ് ഉള്ളത്, ജാതി മതം അങ്ങനെയുള്ളത്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങളെ കൊണ്ട് വളരെ ദൂരേക്ക് പോയി അവിടെ പോയി സെറ്റിൽ ആകണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളൂ. ഇവരുടെ പ്ലാനിങ് അതാണ്, അങ്ങനെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഇവിടെ ഒരു സഡൻ ചേഞ്ചസ് ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്നല്ല, അത്രയും ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ നിൽക്കേണ്ട. പക്ഷെ കുറച്ച് നിങ്ങളൊരു സ്പേസ് ഇട്ട് തന്നെ നിൽക്കുക. കാരണം മനുഷ്യന്റെ കാര്യമല്ലേ, ഇപ്പം എനർജി ഷിഫ്റ്റ് ആവാനായിട്ടുള്ള ഒരു എനർജി നമ്മളായിട്ട് നമ്മൾ കൂടുതൽ അവൈലബിൾ ആണ് എന്നുള്ള ഒരു എനർജി അവിടേക്ക് കിട്ടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് യൂഷ്വലി നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയുമ്പോൾ ആ ഒരു എനർജി അങ്ങ് സ്പാർക്ക് അങ്ങ് പോകുമല്ലോ. അപ്പം ആ ഒരു എനർജി നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്, അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓപ്പൺ അപ്പ് ആവാതിരിക്കുക. ഒത്തിരി പെട്ടെന്ന് നിങ്ങൾ ഓപ്പൺ അപ്പ് ആവണ്ട. കൂടുതലായിട്ട് നിങ്ങൾ അവരുടെ ആക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. അവരേത് റൂട്ടിലേക്കാണ് പോകാൻ പോകുന്നുള്ളത്, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇവിടെ കിട്ടുമോ, സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇരിക്കുമോ, നിങ്ങൾക്കുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി ചെന്ന അയാൾ വരുന്നുടനെ അവിടെ ചെന്ന് ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കി വീണ്ടും ബ്ലോക്കിലേക്ക് പോകാനല്ല പറയുന്നത്. അവർ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രം കൊടുക്കുക, കാമായിട്ടിരിക്കുക. പതിയെ 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 നിങ്ങൾക്കുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാമായിട്ട് സംസാരിച്ച് ശരിയാക്കുക. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ത് ആക്ഷൻ ആണോ എടുക്കാൻ പോകുന്നത് അതിനെ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞോളൂ. അതിനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. കൂടുതലായിട്ടും ഇപ്പൊ നിങ്ങൾ എംപ്രസ് എന്നുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്, നിങ്ങളുടെ പവറിൽ തന്നെയാണ് നിങ്ങളുള്ളത്, സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഉള്ളത്, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ വൈബ്രേഷനിലാണ് ഇതുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ മിക്കവർക്കും ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേർന്നതിന് റീസണും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് പർപ്പസുകൾ ഉണ്ട്, അപ്പൊ ആ ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തതും ഇവരുമായിട്ട് ഒരു സെപ്പറേഷനിൽ പോയതും ടാരോട്ട് കാർഡ് റീഡിങ്സ് കണ്ടു തുടങ്ങിയതും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. അപ്പം ഇതൊക്കെ ഓൾറെഡി ഡെസ്റ്റൈൻഡ് ആണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ സം ഓഫ് യുടെ ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, അതുപോലെ തന്നെ ഇത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഈ ഒരു കണക്ഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഡിവൈൻ ആയിരിക്കും ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇതൊരു ഡെസ്റ്റിനിയിലാണ് ഉള്ളത്. ലൈക്ക് ഒരു സോൾ കോൺട്രാക്ട് എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പം ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ സോളും ഈ ഒരു വ്യക്തിയുടെ സോളും തമ്മിൽ സോൾ കോൺട്രാക്ട് ഉണ്ടാവാം. മേ ബി അത് ഫിനിഷ് ചെയ്യാനായിരിക്കാം, അത് ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തത്. ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എപ്പോഴും ഡിവൈനിനെ തന്നെയാണ് പറയുന്നുള്ളത്. ചിലർക്കൊക്കെ ഇവിടെ കാർമിക് കണക്ഷൻസും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങളുടെ കാർമിക് സൈക്കിൾ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു റീബർത്ത് ആണ്, ലക്ക് ആണ്, ടോട്ടലി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഈ ഒരു എനർജി നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. സോ എനർജീസിനെ പോസിറ്റീവായിട്ട് അഫോം ചെയ്യുക. ഇവിടെ നമുക്ക് 1111 ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. 1111 ഏഞ്ചൽ നമ്പർ, 555 വന്നിട്ടുണ്ട്, 1010 വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എനർജീസ് ഒക്കെ ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന ഒരു എനർജീസ് ആണ്. 1111 ന്യൂ ബിഗിനിങ്ങിനെയും റൊമാൻസിനെയും ഒക്കെ കാണിക്കുന്ന എനർജീസ് ആണ്. സോ 555 ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന എനർജീസ് ആണ് കേട്ടോ. 555 ഏഞ്ചൽ നമ്പേഴ്സ്. ഇവിടെ 1010 വന്നിരിക്കുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്, ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. വേൾഡിന്റെ കാർഡ് ഇറ്റ്സെൽഫ് കംപ്ലീഷനെയാണ് കാണിക്കുന്നുള്ളത്. സോ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് വരുമ്പോഴേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്റ്റഡ് ആവും. നിങ്ങൾ വീണ്ടും ഈ ഒരു കണക്ഷനിൽ ഒരു റീബർത്ത് ഉണ്ടാവും. വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്താണ് എന്റെ വ്യൂവേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത്, ഇനി എന്താ ഹൈഡ് ചെയ്യുന്നത് നോക്കാം. ബട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാം, ഒന്നും കൂടെ കാർഡ്സ് നോക്കാം. എഗെയിൻ ഇവിടെ വേൾഡും അതുപോലെ തന്നെ ലവേഴ്സിന്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളെ ഒത്തിരി അധികം ഇഷ്ടമാണ്. ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒത്തിരി അധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവർ നിങ്ങളിൽ നിന്ന് ആ ഒരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി താഴുന്നുണ്ട്, ആരുടെയും മുന്നിൽ താഴുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കും.
ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഇത്ര നാൾ ഈ ഒരു വ്യക്തി ഒരു പേജ് ഓഫ് സോർട്സിന്റെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒരു കണക്ഷനിൽ നിന്നതെങ്കിൽ ഇനി മുതൽ ഈ ഒരു വ്യക്തി ഒരു ക്ലാരിറ്റിയിൽ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. അതുപോലെ തന്നെ ലവേഴ്സിന്റെ എനർജീസ് ആണ്, ട്രൂ ലവിന്റെ എനർജീസ് ആണ്. ഇവിടെ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ഒരു വ്യക്തി. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ കംപ്ലീഷൻ, ഈ ഒരു വ്യക്തി നിങ്ങളിലൂടെയാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു സെയിം അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്താണ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്റെ വ്യൂവേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത്? നമ്മളൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇവിടെ ഒരു ഷെയറിങ്ങിന്റെ എനർജീസ് ഒന്നും വേണ്ട. നിങ്ങളുടെ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈവസി ആയിട്ട് വെക്കുക. കാരണം ഈവലൈസ് ഒക്കെ ഇവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ ഈവലൈസ് ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ പോലും അത് ലൈക്ക് അത് ഒരു ഡിവൈൻ പ്ലാനിങ് ആണല്ലോ. നിങ്ങളെ ഈ ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മാക്സിമം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഇതൊരു ഗൈഡൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു റീഡിങ്സിന് എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. സോ മറ്റുള്ളവരുടെ ആ ഒരു നിങ്ങളുടെ കണക്ഷൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അസൂയായിട്ട് വന്നിട്ടുണ്ടാവാം. അതിന്റെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഈവലായി നിങ്ങളുടെ കണക്ഷനിൽ ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇവിടെ ഒരു കണക്ഷനിൽ പെട്ടെന്നൊരു ഡെത്ത് സംഭവിച്ചത്. ഇവിടെ 4 ഓഫ് ഹാൻഡ്സിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് ഐ നീഡ് ക്ലാരിറ്റി. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഇവിടെ പിടിച്ച് ബ്ലോക്ക് ചെയ്തത്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിയായിട്ട് ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കി പോയതായിരിക്കാം. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങളുടെ കണക്ഷൻ ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഡിവൈൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എത്രയൊക്കെ കണക്ഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവിടെ റീബർത്ത് വരുന്നുണ്ടാവും. കാരണം ഇവിടെ ഗോൾഡിന്റെ കാർഡ് 2 ടൈംസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാരേജ് പോസിബിൾ ആണ് കേട്ടോ. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊന്നും അല്ല, നോർമൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഡിസയർ ആണ് നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ചാരിയറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ്. സോ ഇവർ നിങ്ങളിലാണ് ഒരു ഫാമിലി ആഗ്രഹിക്കുന്നുള്ളത്. നിങ്ങളുടെ കൂടെ മാരേജ് ചെയ്ത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഇതുവരെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഈ ഒരു എനിക്ക് തോന്നുന്നു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അതെല്ലാം ഈ ഒരു വ്യക്തി ക്ലിയർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് വന്ന്. ഇതുവരെ ഈ ഒരു വ്യക്തി ഒരു ഫൂളിന്റെ എനർജിയിലാണെങ്കിൽ ഇനി ഒരു 10 ഓഫ് പെന്റിക്കിൾസ്, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ്, അത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു ഫൂളിനെ പോലെ ആക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാത്തത് എന്നുള്ളതിനൊക്കെ ഈ ഒരു വ്യക്തി ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവും. ഇത്ര കാലം നിങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇമോഷൻസ്, ഇവർക്കുള്ള ഫീലിങ്സ് കാണിച്ചത് മൊത്തം എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു എനർജി. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടാവും. ശരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന് ഒരു ക്ലാരിറ്റി തരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി. ഓക്കെ, ഇവര് നിങ്ങളോട് പറയുന്നുണ്ടാവും ഇനി വരുമ്പോ ഞാൻ നിന്നെ മാരേജ് ചെയ്യാനായിട്ട് നിന്റെ കൂടെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ഒത്തിരി അധികം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ലൈഫിൽ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കുള്ള ഒരു ഒബ്സ്റ്റാക്കിൾസ്, ആ ചാലഞ്ചസ്, അതുകൊണ്ടാണ് എനിക്ക് നിന്നിൽ നിന്ന് ഒരു കണക്ഷനെ പെട്ടെന്ന് എൻഡാക്കി ബ്ലോക്ക് ചെയ്ത് പോകേണ്ടതായിട്ട് വന്നത് എന്ന് ഇവര് നിങ്ങളോട് പറയുന്നുണ്ടാവും. ഒരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഓൾറെഡി നേരത്തെ മുതൽ ഇതായിരിക്കും ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ടെമ്പറൻസിന്റെ എനർജീസ് ആണ്. സോ നിങ്ങൾ ഹോപ്പ് കൈവിടാതിരിക്കുക, ഹോപ്പോട് കൂടി ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു വ്യക്തി റിട്ടേൺ വരുന്നുണ്ടാവും. റിട്ടേൺ വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ട് കോളോ ടെക്സ്റ്റോ ഒക്കെ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനു ഇവിടെ കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു വ്യക്തി തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും പെട്ടെന്ന് എങ്ങനെ ഇയാൾ ബ്ലോക്ക് മാറ്റി ഇത്രയും ചേഞ്ച് സംഭവിച്ചത് എങ്ങനെയാണ്. നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്നുണ്ടാവും. അതുപോലത്തെ ഒരു എനർജി, അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഇയാളുടെ ലൈഫിൽ ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട്. ഒരു ടവർ മൂവ്മെന്റ് വരാൻ പോകുന്നുണ്ട്. അതോടുകൂടി ഈ ഒരു വ്യക്തി ചേഞ്ച് ആയി നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുണ്ടാവും. ഇവർക്കുള്ള ഒരു ഇവർ അണിഞ്ഞിരിക്കുന്ന ആ ഒരു മുഖംമൂടിയൊക്കെ എടുത്തു മാറ്റി
ട്രൂ സെൽഫ് നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ടാവും. എനിക്ക് ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഒരു റീഡിങ്ങിന് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.